വാഹനാപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ കൊല്ലത്തെ 3 ആശുപത്രികൾ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരാണെന്ന് വ്യക്തമായതായി അന്വേഷണ സംഘം. ആശുപത്രിയിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കുന്ന നടപടി പോലീസ് വേഗത്തിലാക്കിയിരിക്കുകയാണ്. മരിച്ച മുരുകന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സംഭവത്തിന്റെ മറവിൽ കൊല്ലം ജില്ലാ ആശുപത്രിയെ തകർക്കാൻ ശ്രമം നടക്കുന്നതായി ആർഎംഒ ആരോപിച്ചു. വെന്റിലേറ്റർ സൗകര്യമില്ല, ന്യൂറോ സർജൻ സ്ഥലത്തില്ല തുടങ്ങിയ കാരണങ്ങളാണ് തമിഴ്നാട് സ്വദേശി മുരുകന് ചികിത്സ നിഷേധിക്കാനായി കൊല്ലത്തെ 3 സ്വകാര്യ ആശുപത്രികൾ ഉന്നയിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസ് ഈ ആശുപത്രികളിലെ രേഖകൾ പിടിച്ചെടുത്ത് പരിശോധിച്ചപ്പോൾ വാദങ്ങൾ പൊള്ളയാണെന്ന് വ്യക്തമായി. ചികിത്സ നൽകിയാൽ പണം ലഭിക്കുമോ എന്ന മാനേജ്മെന്റിന്റെ ആശങ്കയാണ് മുരുകനെ പ്രവേശിപ്പിക്കുന്നതിന് തടസ്സമായതെന്നാണ് പോലീസ് നിഗമനം. അത്യാഹിത വിഭാഗത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുന്നതിനെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. 5 ആശുപത്രികളിലെയും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴിയെടുക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. അതേസമയം മുരുകന്റെ മരണവുമായി ബന്ധപ്പെടുത്തി കൊല്ലം ജില്ലാ ആശുപത്രിക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുവെന്ന് റീജിയണൽ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ ആംബുലൻസ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഈ ഫ്രീസർ ചാർജ് ഫ്രീ ആക്കി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അത് ഫ്രീ ആക്കി കൊടുക്കുകയും ചെയ്തു. ഡിവൈഎഫ്ഐക്കാർ ഫ്രീ ആയിട്ട് ആംബുലൻസ് കൊടുക്കുന്നതുകൊണ്ട് അവർ ഞങ്ങളോട് ആംബുലൻസ് ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുമില്ല. മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ ജില്ലാ ആശുപത്രി ആംബുലൻസ് വിട്ടു നൽകിയില്ലെന്ന ആരോപണം തെറ്റാണെന്ന് മുരുകന്റെ ബന്ധുക്കളും പറഞ്ഞു. மாவட்டமான திருநெல்வேலி மாவட்டம் அந்த பகுதியை வள்ளியூர் பகுதியில் தொழுவூர் பூர் வர அந்த இறுதிச் சடங்கு வர அவங்க ஆம்புலன்ஸ் கொண்டு வரதுக்கு முன் வந்திருக்காங்க. அது வரவேற்கக்கூடிய விஷயம். மொத்தத்தில் இந்த அரசு நல்ல செயல்பட்டு இந்த மாநிலத்தில் உள்ளவங்க இந்த பகுதியை சேர்ந்த மனிதநேயம் உள்ளவர்களாக கண்கூட பார்க்க முடியாது நல்லவங்க இருக்காங்க. മുരുകന്റെ മൃതശരീരം ഇന്ന് തന്നെ തിരുനെൽവേലിയിലേക്ക് കൊണ്ടുപോകും. ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി ഇതിന്റെ മുഴുവൻ ചിലവും ഏറ്റെടുത്തിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ മനോജ് പിയലിനൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1 കൊല്ലം.